പറയാൻ ഒന്നും അറിയില്ല, അതൊന്നും അറിയില്ല, കുറച്ചെന്നെ പറയുള്ളൂ. ഇതേമാതിരി സഹായ ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. പിന്നെ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാർ പോയിട്ട് എല്ലാവരും സഹായം ഉണ്ടായിരുന്നു, സർക്കാർ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും അവരങ്ങനെ മുന്നിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തോ വെച്ചത് കൊണ്ടാണ് എനിക്ക് മുന്നേ ഇങ്ങനെ ആയാൻ പറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് എന്നെക്കൊന്നും കയറാൻ പറ്റില്ല. ഒരു പ്രതിയെ വെറുതെ വിട്ടു. പിന്നെ വെറുതെ വിട്ടു, ഒരു 500 രൂപയ്ക്ക് വിട്ടു. ഇതെല്ലാം വേദനയില്ല. അവർ സത്യത്തിൽ ഫുർദിയുള്ളവരെയാണ് ഇങ്ങനെ വിട്ടു. എന്തിനെ വിട്ടു എനിക്കറിയില്ല. ഞാനൊന്നും കച്ചറൊക്കെ ഒന്നിനെ പോയില്ല. ദൈവത്തിൻ്റെ സഹായം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ വഞ്ചിക്കാനോ ഇന്നൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ പറ്റുമില്ല. എനിക്ക് ഈശ്വരനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ പിന്നാലെ എൻ്റെ ഏട്ടൻ പോലെ എൻ്റെ മാസേട്ടൻ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആരുമില്ല, എനിക്ക് ലോകജാന സഹായം മാത്രമേ ഉണ്ടായിരുന്നു. വക്കീലുമാരെല്ലാവരും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ എൻ്റെ കേരള സമൂഹത്തോട് തന്നെ ഞാൻ നന്ദി പറയാം. കാരണം നമുക്ക് ഈ 12 പേർക്ക് ജീവപര്യന്തം മേടിച്ചെടുക്കാൻ നമ്മുടെ വക്കീലന്മാരും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. നമ്മുടെ കേരള ജനത നമുക്കൊപ്പം നിന്നു. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും എൻ്റെ ഒരു കടപ്പാട് എന്നും ഉണ്ടായിരിക്കും. കാരണം ഇന്ന് വരെയും നമുക്ക് ഈ കേരള സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതെ, കൂടെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ. കാരണം എനിക്ക് എൻ്റെ മധു എത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം നമ്മുടെ ഈ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പോൾ 1-ാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹം മൊത്തം അതിനെതിരെ പറയാൻ തുടങ്ങി. ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് നടക്കാതിരിക്കണമെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 12 പേർക്ക് ജീവപര്യന്തം കൊടുത്തു എന്നതിന് എനിക്ക് വളരെ ആശ്വാസം തന്നെയാണ്. അതുപോലെ എൻ്റെ വക്കീലന്മാരുണ്ട്, രാജേഷ് വക്കീലുണ്ട്, ജീവേഷ് സാറുണ്ട്, രാധാകൃഷ്ണൻ വക്കീലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാമായി നമ്മുടെ കൂടെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് ഇരുന്ന എൻ്റെ മാർസേട്ടൻ, ഞാൻ എൻ്റെ മധുവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മാർസേട്ടനെ കാണുന്നത്. പിന്നെ പല ആൾക്കാരും നമ്മുടെ മാർസേട്ടനെ തെറ്റായ ഇതിലൊക്കെ പറഞ്ഞു, കാരണം പൈസ മേടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും നമ്മുടെ അതുപോലെ തന്നെ ആരും മാർസേട്ടൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5-ൻ്റെ പൈസ പോലും മേടിക്കാതെ നമ്മുടെ കൂടെ തന്നെ കട്ടയ്ക്കായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നു. അതുപോലെ എൻ്റെ കേരള സമൂഹത്തോട് അവരോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ നമ്മുടെ വക്കീലന്മാർക്കൊന്നും ഞങ്ങൾ ഒരു 5 പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അവരാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളൂ. അവർ നമ്മുടെ ഇപ്പോൾ കോടതിയിലേക്ക് വന്നാലും അതിനുള്ള ഭക്ഷണവും സാധനങ്ങളും എല്ലാം നമ്മുടെ വക്കീലന്മാരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള സംഘടനകൾ അവരോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. എല്ലാ സംഘടനയും നമ്മുടെ കൂടെ തന്നെ നിന്നു. അതുപോലെ തന്നെ 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടു അതിലെന്തായാലും നമ്മൾ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ അപ്പീൽ പോകും. പിന്നെ അതുപോലെ നമ്മളെ സഹായിച്ച് കുടുംബശ്രീ ആൾക്കാർ നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും എൻ്റെ നന്ദി ഞാൻ പറയുന്നു ഈ വേളയിൽ. അന്ന് കുറെ സാക്ഷികളൊക്കെ കൂറുമാറിയല്ലോ, അത് കാരണം കുറഞ്ഞ ശിക്ഷ കിട്ടി. ഇപ്പോൾ അത് ശരിയായതുള്ളൊരു ആശ്വാസം ഉണ്ടോ? ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ ഈ കേസിൽ കൂറുമാറുകയുണ്ടായി. അതിൽ എനിക്ക് വളരെ വിഷമം തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അനുഭവിച്ച ഓരോ അവഗണനയും വേദനയും അവരൊക്കെ നമ്മളെ ഒരു താഴ്ത്തുന്ന രീതിയിലും അത്രയ്ക്കും പരമാവധി ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്.
അതിൽ നിന്നെല്ലാം നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തിയപ്പം അതിനൊരു നല്ലൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം ആർക്കും നമ്മുടെ ഈ കേരളത്തിൽ ആരെയും ഇങ്ങനെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കാതിരിക്കട്ടെ. ഒരാളെ ഇങ്ങനെ ആൾക്കൂട്ടാക്രമണങ്ങൾ ഇപ്പോൾ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നിൽക്കണം. നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ല. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല ഇങ്ങനെ. കാരണം സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്ന നമ്മുടെ ഈ കേരളം നല്ല ദൈവത്തിൻ്റെ നാടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ നാട്ടിലാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ല. അതിനുള്ള ഒരു മറുപടി തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഇതിനുള്ള ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിൽ സന്തോഷമുണ്ട്. ഈ 12 പേര് ഇത്രയും നമ്മളൊന്നും ഇല്ലാതിരുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് ഞാൻ തൃപ്തിയാണ്. ഈ 12 പേർക്ക് കാരണം ട്രിപ്പിൾ ജീവപര്യന്തമാണ് കൊടുത്തിട്ടുള്ളത്. തൃപ്തയാണ്. പിന്നെ ഹുസൈനെ വെറുതെ വിട്ടു, അതിന് നമ്മൾ അപ്പീൽ പോകും. ഓക്കെ.